അങ്ങനെ ഇച്ചാനും മീൻ കിട്ടിയിരിക്കുകയാണ്. ഓ കരിമീൻ കരിമീൻ. അങ്ങനെ ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാരും കൂടിയാണ് ചൂണ്ടയിടാൻ ഇറങ്ങിയേക്കണത്. അപ്പൊ ഇതാ നല്ല ഉച്ചക്കാണ് ചൂണ്ടയിടാൻ ഇറങ്ങുന്നത്. മോനും ഉണ്ട് കൂടെ. അപ്പൊ എക്സാം ടൈമിൽ തുടങ്ങി പറയണതാണ് ചൂണ്ടയിടാൻ പോണോന്ന്. പക്ഷെ ഇപ്പൊ വെക്കേഷൻ ആയപ്പോഴാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോയാലോ? നല്ല വെയിലാട്ടോ. അപ്പൊ ഞങ്ങള് ചേതക്കിനാട്ടോ പോവാൻ പോണത്. ഓ ചച്ചു എന്നാ നല്ല പൊരി വെയിലത്താട്ടോ പോവാൻ പോണേ. അടിപൊളി വലിയൊരു കണ്ടോണം, ചുറ്റും 4 പാടും കണ്ടോണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളെപ്പോഴും എവിടെയാ വരാറ്. അപ്പോ രക്തേശ്വരി ബീച്ച് റോഡാണ് ഇന്ന് അറിയപ്പെടുന്നത് ഈ സ്ഥലം. ഇവിടെയാണ് ഞങ്ങളെപ്പോഴും എന്താ പറയാ ചൂണ്ടിന് മെയിൻ താവളം ഇവിടെയാണ്. ഇവിടെ വണ്ടി സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ടാണ് അവിടെ നിൽക്കാറ്. ഇപ്പൊ ചൂണ്ടയിടാനുള്ള ടൂൾസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. അതെല്ലാം ഇതിനകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മള് ചൂണ്ടയിടാൻ ഇര കൊണ്ട് വന്നേക്കുന്നത് മൈദയും കപ്പയും കൂടിയാണ്. ഇപ്പൊ 2 ചൂണ്ടയായിട്ടാണ് വന്നേണ്. ചച്ചുണ്ടയിലുള്ള ചൂണ്ട എന്ത് അതെ, ചച്ചുണ്ടയിൽ ഒരു ചൂണ്ടയുണ്ട്, വേറൊരു ചൂണ്ടയും കൂടി ഉണ്ട്. 2 ചൂണ്ട. ചച്ചു എന്തായാലും ചൂണ്ടയിടാൻ പോണെന്ന് പറയണ. തൊപ്പിയൊക്കെ വെച്ച് ചച്ചു. അപ്പൊ ചച്ചു എക്സാം തുടങ്ങി പറയണതാണ് കേട്ടോ ചച്ചുവിന് ചൂണ്ടയിടാൻ പോണോന്ന്. അപ്പൊ എക്സാം ആയതുകൊണ്ട് പോവാൻ പറ്റില്ല. അപ്പൊ വെക്കേഷന് കൊണ്ടുപോകാന്നും പറഞ്ഞോണ്ട് നിർത്തിയേക്കണേയിരുന്നു. ഇങ്ങോട്ട് പോവാ ചച്ചു. അപ്പൊ നല്ല വെയിലത്താണ് നിക്കണോണ്ട് മാസ്ക് ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടാട്ടോ ചൂണ്ടയിടാൻ നിക്കാറ്. അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോകും നമ്മള്. കയ്യില് ഗ്ലൗസും, ഞാൻ എന്തായാലത്തെ കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് വന്നേനെ. ചച്ചുവിന് പക്ഷെ ഗ്ലൗസ് ഒന്നും ഇട്ടണത് ഇഷ്ടല്ല. അത് കാരണം അവൻ ഗ്ലൗസ് ഒന്നും ഇടൂല. അപ്പൊ ദായിച്ചാൻ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഞാൻ ഹെൽമെറ്റ് ഒന്നും ഊരിയിട്ടില്ല കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ടേ ഗ്ലാസും വെച്ചിട്ടുണ്ട്. അല്ലെ പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് നല്ല തലവേദന ഇരിക്കുള്ളൂ. അതെ, ചൈനീസ് ചൂണ്ടയെന്നല്ലേ അത് അറിയപ്പെടണേ. നല്ല ആദ്യം കാഴ്ചയിൽ ചെറുതായിരിക്കും, പിന്നെ നമുക്ക് വലിച്ച് ഇങ്ങനെ നീട്ടാം. അപ്പൊ അതിലിങ്ങനെ വീട്ടിൽ നിന്ന് കൊളുത്തൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഈറന്ന് ആ ഇതുമ്മ കെട്ടണം. അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ? 2 ഭാഗമല്ലേ, പോകുന്ന എല്ലാ ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. അതെ, ചാൻ്റെ കയ്യിലിരിക്കുന്ന ചൂണ്ട കാണുമ്പോ ചെറുതാണ്, പക്ഷെ ലെങ്ത് കണ്ടോ? അതിന്റെ നല്ല ലെങ്ത് ഉള്ള ചൂണ്ടയാണ്. ഇത്രയും ഉണ്ടാവോ അതിന്റെ ഹൈറ്റ്. അത് തന്നെ നമുക്ക് കൊണ്ടു കിടക്കാനൊക്കെ എളുപ്പമാട്ടോ ഈ ചൂണ്ട. ഇനിയത് ഏതാ വലിയ ചൂണ്ട മതിയാ? അച്ഛനും ആ ചൂണ്ട മതിന്ന് ചേ അപ്പയ്ക്ക് വേണോന്ന്. ചച്ചു പിടിച്ചോട്ടോ, കൈ കൊളുത്ത് കയ്യില് സെപ്പറേറ്റ് പിടിച്ചോട്ടാ, കയ്യില് കുത്തി കയറരുത്. അതേ, ചൂണ്ടക്കാര് 2 പേരും കൂടി ചൂണ്ടിടാൻ പോവാണ്. എനിക്ക് ചൂണ്ടിടാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മീൻ കിട്ടും. എനിക്ക് മീൻ അപ്പൊ തന്നെ കിട്ടണം. എനിക്കിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്ത കാരണേ
കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതേപോലെ തന്നെയായിരുന്നു. നമുക്ക് ചിലപ്പോ എപ്പോഴും ഇപ്പൊ നമ്മൾ ചൂണ്ടിടാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മീൻ കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല, യാതൊരു ഉറപ്പില്ല നമ്മള് മീൻ കിട്ടണമെന്ന്. പക്ഷെ എന്നാലും ചൂണ്ടയിടൽ എന്നുള്ളത് ഇച്ചാനൊരു ഹോബി ആയതുകൊണ്ട് ഇങ്ങനെ വന്നേക്കാണ്. ഇതുണ്ടോ ഇച്ചാന്റെ ഒരു ലുക്ക് നോക്കി, ചൂണ്ടയിടാൻ പോകുന്ന ലുക്ക് കണ്ടു ഗൈസ്. ഇതാവുമ്പോ വെയിലും കൊള്ളില്ല, കണ്ണ് മാത്രം പുറത്തേ ഉള്ളൂ. കുഞ്ഞി ചൂണ്ടക്കാരനും വലിയ ചൂണ്ടക്കാരനും കൂടി ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് ചാൻ. ഈ സ്പോട്ടാന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കാൻ പോകുന്നത്. ഇവിടെ എന്തേലും മീൻ കിട്ടിയാ മതിയായിരുന്നു, കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. ഇതെന്താണ് ചായ? മൈദപ്പൊടി മഞ്ഞൾ ചേർത്ത് കുഴച്ചത് മിക്സ് ചെയ്ത്, ഇതാണ് നമ്മളെ തീറ്റ. ഇനി നമ്മളിതാ ചൂണ്ടിടാൻ പോവാണ്. ഓരോ ഉണ്ട് ഇങ്ങനെ എടുക്കുക, കൊളുത്തുമ്പോ കൊളുത്ത, ഇനി അങ്ങോട്ട് ഇടാം. ഇനി ഞാൻ ദേ ബാക്കോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാട്ടാ. എത്ര വലിയ സ്പേസിലാണ് ഈ ഇട്ടുകണ, ചെറായി പാടമാണ്. ചാന ഭയങ്കര ക്ഷമയാട്ടോ ചൂണ്ടിടാനായിട്ട്. അത് നമ്മൾക്ക് എല്ലാ ദിവസവും ചൂണ്ടിടാൻ പോകുമ്പോൾ ഒന്നും കിട്ടണമെന്നില്ല, പക്ഷേ ഭയങ്കര ക്ഷമയാണ്. ഇപ്പോൾ ഒരു വെയിലത്തും വന്നിരുന്ന് ചൂണ്ടിടണമെങ്കിൽ ചാനൊരു നേരം പോക്കാണിത്. ഇതവിടെ ഇരിപ്പായി. ഞാനൊക്കെ ചില ദിവസം കൂടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇരുന്നിരുന്ന് ഞാൻ ആവശ്യതയും ഉള്ള വെയിലൊക്കെ കൊണ്ടുപോകും. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കണ ഒരു ചെറായി രക്തേശ്വര ബീച്ചിൻ്റെ അവിടുത്തെ പാടാണ് ഈ കാണുന്നത്. വെയിലത്തിരിക്കണുണ്ടോ? ശശിന് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ കുറെ നേരം കഴിയുമ്പോഴേക്കും അമ്മട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ തരും. ഇങ്ങനെ നല്ല ചുറ്റപ്പെട്ട സ്ഥലം, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. $2,000 years later. അങ്ങനെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഓ കരിമീൻ കരിമീൻ. കരിമീനല്ലേ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. കിട്ടിയല്ലോ. ഇവിടേക്ക് ഇടായിരുന്ന ഇവിടേക്ക്. ആ ചച്ചു അപ്പുറത്ത് പോയിട്, അപ്പുറത്ത് പോയിക്കോ. ചച്ചുവിനൊന്നും കിട്ടിയില്ലേ? കഴുത്തില് കുറുകല്ലേ? പോ. അങ്ങനെ ദേ രണ്ടാമതും ഒരു കുഞ്ഞി കരിമീൻ കുഞ്ഞിനെ കിട്ടിയേക്കാണ് ചേന്. ജീവനുണ്ട് ജീവനുണ്ട്. അയ്യോ ചായ നീക്കിട്ടെ. പോലെ കല്ലൊന്നും എടുത്തെറിയില്ലേ ചേച്ചി? കുഞ്ഞാണ്, കുഞ്ഞു കരിമീൻ. അങ്ങനെ ചാന അടുത്തതും കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കരിമീൻ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞ്. നാല് ശാപം കിട്ടുമോ? നേരെ നിന്നിരുന്ന ചച്ചു ഇപ്പൊ ചരിഞ്ഞൊക്കെ നിന്നാട്ടോ ചൂണ്ടിടണത്. എരയുണ്ടോ ചച്ചു? അവിടെ എരയുണ്ടാടാ? ദേ അങ്ങോട്ട് പോയി. എരയില്ല. കല്ല കല്ലൊക്കെ ഇതിനകത്ത് കൊടുങ്ങും. അങ്ങനെ അടുത്തത് മിച്ചാന് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ കവറിന്റെ ഉള്ളിട്. എവിടെ 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 എവിടെ? അങ്ങനെ ഗൈസ് താഴ്ചാൻ ഒരു കരിമീൻ കൊത്തിയിരിക്കുകയാണ് ഗൈസ്. എവിടെ എവിടെ?
അപ്പൊ നല്ല വെയിലായതുകൊണ്ട് നിൽജ ടണലത്തേക്കൊന്ന് മാറിയെന്നതാണ്. ആ ഒരു ഗ്യാപ്പിൽ കരിമീൻ നന്നായിട്ട് കുത്തിയപ്പോ ഞാൻ എന്റെ ഫോണിൽ സ്വന്തമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഇതില് ഇര കൊരുക്കുന്നത് മുതൽ മീൻ കിട്ടുന്നത് വരെ കറക്റ്റായിട്ട് ഞാൻ ഒറ്റ ഇതിലെടുത്താണ്. ഇവിടെ ഞാനിപ്പോ കരിമീനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത്. കാരണം ഈ ഒരു സ്പോട്ടിൽ കരിമീനാണ് കിട്ടുന്നത്. അപ്പൊ ചൂണ്ട അതനുസരിച്ച് വ്യത്യാസം ഞാൻ വരുത്തും. ഇതില് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ചെറിയ കുളത്താണ്, അതായത് കരിമീൻ കുളത്താണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ കരിമീന് നമ്മ വളരെ ക്ഷമയോടുകൂടി പിടിക്കേണ്ട ഒരു മീനാണ്. അതുകൊണ്ട് ഫസ്റ്റ് വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ഇരുന്ന് ചിലപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോ 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിക്കൊള്ളു ഒന്ന് കൊത്തി തുടങ്ങണത്. അപ്പൊ അത്രയും ടൈമിന് ഞാൻ ഗ്യാപ്പ് എടുത്ത് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരുന്നിട്ട് ഞാൻ പിടിക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാനത് അധികം ലെങ്ത് ആണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ചെറുതാക്കി കാണിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ 1-2 തവണ ചൂണ്ടനാര് പൊട്ടിപ്പോയിട്ടാ. അത് ഞാൻ ചൂണ്ടക്കുളത്ത് 2ാമതും കെട്ടിയിട്ടിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത് പരമാവധി ഞാൻ നിങ്ങൾക്ക് ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പാടത്തിന് ചുറ്റും ഒരുപാട് പേര് ചൂണ്ടിടാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചൂണ്ടിടുന്ന ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കൊത്തു നടക്കുന്നത്. കരിമീൻ പിടുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ കരിമീൻ പിടിക്കുന്നതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എങ്കിലും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 വീഡിയോ ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേക്കാം. നിൽജ അവിടെ തലവേദനയായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിൽജനെ വിളിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ നിൽജനെ വിളിച്ച് കറക്റ്റായിട്ട് ഫുൾ എടുപ്പിച്ചാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ 2 വീഡിയോ ലൈവായിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മീൻ പിടിച്ചതിന് ശേഷം കാണിച്ചു തരാം മീൻ എന്താണ് കിട്ടിയത്. ഹായ് ഗൈസ്, അങ്ങനെ വെയിൽ മാറിയപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അപ്പോഴേക്കും ചേട്ടൻ്റെ ചൂണ്ടയിടലും കഴിഞ്ഞു. അപ്പോൾ അപ്പോഴാണ് എൻ്റെ കണ്ണിപ്പെട്ടത് ഒരു ചേട്ടൻ വലയുമായി വന്നേക്കണം നമ്മുടെ ചെമ്മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 മണിയായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കണ്ടു നിൽക്കുകയാണ് കേട്ടോ. ചെമ്മീനെ കാണാനൊരു ആകാംക്ഷയായിരുന്നു എനിക്ക്. എങ്ങനെയാണ് വല വീശുന്നതും ആ ഒരു താളത്തിൽ ഇങ്ങനെ വിരിച്ചങ്ങട് വല വീശില്ലേ, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ എത്ര വലുപ്പത്തിലുള്ള ചെമ്മീനൊക്കെ നമുക്ക് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ചൂണ്ടയിടലിന് ഇത്രയും കരിമീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കരിമീൻ കിട്ടിയ സ്ഥിതിക്ക് അമ്മച്ചി പറഞ്ഞു എന്നാ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാന്ന്. കരിമീൻ ക്ലീൻ ആക്കൽ ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ അമ്മച്ചി കുറച്ച് വാളംപുളി എടുത്ത് കരിമീൻ ഇട്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. അത് കുറച്ചു നേരം അങ്ങനെ വെച്ചിരിക്കും. അതിനുശേഷം അമ്മച്ചി കത്തി വെച്ച് ക്ലീൻ ചെയ്തോണ്ടിരുന്നു കേട്ടോ. എത്രയൊക്കെ ക്ലീൻ ചെയ്താലും കരിമീൻ ക്ലീൻ ആയിട്ട് അങ്ങോട്ട് വരുന്നില്ല. ലാസ്റ്റ് അമ്മച്ചി കല്ലിലിട്ട് തേച്ച് ക്ലീൻ ചെയ്തു. ചിലര് കരിമീൻ ചെത്തി ക്ലീൻ ചെയ്തെടുക്കും. അമ്മച്ചി അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ ചെയ്തിട്ട് ശരിയായില്ല. കരിമീൻ നിങ്ങളൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യണേന്നൊന്ന് കമന്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ കരിമീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി വറക്കാനുള്ള വരയൊക്കെ വരഞ്ഞ് കഴുകി കുട്ടപ്പനാക്കി അങ്ങോട്ട് എടുത്തു കൂട്ടാ. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിമീൻ വറക്കാനായിട്ടുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടി അങ്ങോട്ട് തിരുമ്മി മീനില് അങ്ങോട്ട് പുരട്ടിയെടുക്കാം. അത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറക്കാനായിട്ട് ഇടാം. ഒരു സൈഡ് മൊരിഞ്ഞു വന്നപ്പോ മറിച്ചിടുവാണ് കേട്ടോ. അതിനുശേഷം മൊരിഞ്ഞ മീൻ മാറ്റി പ്ലേറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള കരിമീനും കൂടി വറുത്തെടുത്തു. അടുത്തതായിട്ട് ഫിഷ് മോളി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഏലക്കായ, പട്ട, കുരുമുളക്, ഗ്രാമ്പൂ എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ഇട്ടു. പിന്നെ കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ടു. എല്ലാം കൂടി വഴണ്ടു വന്നപ്പോ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടു. അതിനുശേഷം തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു. പിന്നെ തക്കാളി വട്ടത്തിൽ എരിഞ്ഞത് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് തിളച്ചു വന്നപ്പോഴേക്കും 1ാം പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണേ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വറുത്ത് മാറ്റി വെച്ച കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളി കരിമീൻ ഫിഷ് മോളി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരണുണ്ട് കേട്ടോ. അപ്പൊ അമ്മച്ചി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. അടുത്തൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, അതായത് നമ്മുടെ ടെസ്റ്റിംഗ് സെഷൻ തന്നെ. അങ്ങനെ ആദ്യം പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫിഷ് മോളി അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് 2 കഷ്ണം ബ്രെഡ് കൂടി അങ്ങോട്ട് എടുക്കുക. എനിക്ക് ഈ ഫിഷ് മോളി ബ്രെഡ് കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ബ്രെഡ് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കരിമീൻ അങ്ങനെ എടുക്കുക.
അതിന് മുകളിലേക്ക് ഒരു തക്കാളിയും കുറച്ച് സവാളയും കൂടി അങ്ങോട്ട് എടുത്തിട്ട് അതിങ്ങനെ അങ്ങോട്ട് വായിലേക്ക് ഇട്ടാലുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. അമ്പോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞത് അതേപോലെ തന്നെ എന്റെ മോനും കൂടി അങ്ങോട്ട് കൊടുക്കാണ് കേട്ടോ.